ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിനെ സംബന്ധിച്ച നമ്മുടെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത രീതി വളരെ കൗതുകകരമാണ്. അവർ പറഞ്ഞത് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുൻപാണ് ഡോക്ടർ സരിൻ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPIM-ഉമായും ഇടതുപക്ഷവുമായും സഹകരിക്കാൻ തീരുമാനിച്ചത്. എങ്ങനെയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അന്ന് ആ ഒരു രാഷ്ട്രീയ പാർട്ടി മാറ്റത്തെ, നിലപാട് മാറ്റത്തെ കണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരിപ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് മാധ്യമങ്ങൾ നമ്മളോട് ചോദിക്കില്ല, അഥവാ ചോദിക്കാൻ ആവശ്യപ്പെടുകയില്ല. മറ്റു പലതിലും ഇങ്ങനെ നമ്മളെ കുരുക്കി കിടത്തും. ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നു എന്നിരിക്കട്ടെ, അത് പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അങ്ങനെ മാറുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തി താല്പര്യങ്ങളാണ് പ്രാധാന്യം എന്നിരിക്കട്ടെ, അതിനാണ് പ്രധാനം എന്നിരിക്കട്ടെ. അതിൽ നമുക്കെന്ത് കാര്യമുള്ളത്? നമ്മുടെ കാര്യം എന്താണ്? രാഷ്ട്രീയമായ കാരണം എന്താണ്? ഡോക്ടർ സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വരാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടാകും. നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്താണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ് മാറാൻ? ആ കാരണത്തെ നാം എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? ഇതല്ലേ കാര്യം. ഇത് തന്നെയാണ് സന്ദീപ് വാര്യരുടെയും കാര്യം. സന്ദീപ് വാര്യർ RSSൽ പരിഗണന കിട്ടുന്നില്ലയോ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയില്ലയോ? ഇതൊന്നും കോൺഗ്രസിന്റെ കാര്യമല്ല, അതിന് അനുഭാവികളുടെ കാര്യമല്ല, ലീഗുകാരുടെ കാര്യമല്ല, ഇത് ഒന്നിലും പെടാത്ത ആൾക്കാരുടെയും കാര്യമല്ല. മറിച്ച് രാഷ്ട്രീയമായ കാരണം എന്താണ്? ഈ കാരണം, ഏത് കാരണം? തങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചു പോകുന്ന പാർട്ടിയും മുന്നണിയും ആശയവും വിടാനുള്ള രാഷ്ട്രീയമായ കാരണം, ഐഡിയോളജിക്കലായ കാരണം ഡോക്ടർ സരിനും സന്ദീപ് വാര്യരും വെളിപ്പെടുത്തണം. അതിന്മേൽ ഡിബേറ്റ് നടക്കണം. മറ്റൊന്നും കാര്യമില്ലല്ലോ. സരിന്റെ കാര്യം നോക്കൂ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസും BJP-യും ചേർന്ന് നടത്തുന്ന കളികൾ, കൂട്ടുകെട്ടുകൾ, കർട്ടന് പിറകിൽ നടക്കുന്ന, തിരശീലയ്ക്ക് പിറകിൽ നടക്കുന്ന ഒളിസേവകൾ കേരളത്തിന്റെ സെക്കുലർ ഫാബ്രിക്കിനെ തകർക്കുന്നു. അതിനി തുടരാൻ കഴിയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട്. ഈ രാഷ്ട്രീയമായ നിലപാട് CPIM-ന് സ്വീകാര്യമാണ്. ഇത്തരമൊരു വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഏതെങ്കിലും ഫോട്ടോ ചേർത്ത് വെച്ചുകൊണ്ടല്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോന്റെ താഴെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു CPM നേതാവും BJP നേതാവും നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്കിടാം. കോൺഗ്രസ് നേതാക്കളുമായി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ CPM-ന്റെ സെക്രട്ടറിയോ ഒക്കെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്ന ഏതെങ്കിലും കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഇടാം. അതാണോ കാര്യം? അല്ല. രാഷ്ട്രീയമായ യോജിപ്പുകളും രാഷ്ട്രീയമായ ഒത്തുതീർപ്പുകളുമാണ് പ്രശ്നം, വ്യക്തിപരമായ സൗഹൃദമല്ല. നോക്കൂ, കോൺഗ്രസും BJP-യും തമ്മിലുള്ള രാഷ്ട്രീയമായ ഒത്തുതീർപ്പുകളുടെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? സരിൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആ ആശയത്തിലെ സമീപകാലത്ത് നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്ന്, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ കോടതി വിധിയുടെ ആ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എന്താണ്? ഒരു സെക്കുലർ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു ആധുനിക കേരളത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം നമ്മുടെ മതേതര സാമൂഹ്യ ബോധത്തെ എങ്ങനെയാണ് ബാധിച്ചത്? എന്താ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത് അതിന്റെ അണികളോട്? സംഘപരിവാറിന്റെ കുത്തിത്തിരിപ്പിൽ നാടിനെ പിറകോട്ടേക്ക് നയിക്കുന്ന അവരുടെ സമരാഭാസത്തിൽ നിങ്ങൾ കോൺഗ്രസിന്റെ കൊടി പിടിച്ചു പോകണ്ട എന്നല്ലേ പറഞ്ഞത്? പോയില്ലേ കോൺഗ്രസ്സുകാര്? നമ്മുടെ മതേതര പൊതുബോധത്തെ എത്ര പ്രതിലോഭകരമായാണ് ആ സമരാഭാസം ബാധിച്ചത്? ആധുനികമാകാതിരിക്കാൻ, കേരളീയ സമൂഹത്തെ പിറകോട്ട് വലിക്കാനല്ലേ അത് ഉപയോഗപ്പെട്ടത്? കോൺഗ്രസ് ചെയ്ത വലിയ തെറ്റല്ലേ? താൽക്കാലിക നേട്ടത്തിന് 10 വോട്ടിന് വേണ്ടി BJP-യുടെ സംഘപരിവാറിന്റെ കെണിയിൽ പോയി തലവെച്ചില്ലേ കോൺഗ്രസ്? ഇതാണ് അവരുടെ ബാന്ധവത്തിന്റെ ഉദാഹരണം, അല്ലാതെ ഏതെങ്കിലും ഫോട്ടോഗ്രാഫ് അല്ല. കേരളത്തിലൊരു ഗവർണർ ഉണ്ടല്ലോ, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ പറ്റി വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കിറുക്കനല്ലേ? അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞില്ലേ, ഐ വിൽ സേഫ്രണൈസ് കേരള എന്നേ പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം?
ഞാൻ കേരളത്തെ കാവ്യവൽക്കരിക്കും, വർഗീയവൽക്കരിക്കും, സംഘപരിവാറിന് അനുകൂലമായി മാറ്റും. അതിനുവേണ്ടി ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് സർവകലാശാലകളിൽ ഇടപെടുന്നത് എന്നതുപോലെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയല്ലേ തെറ്റായ തരത്തിൽ. എന്താ കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടെയല്ലേ? പേരിലെങ്കിലും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടോ? അദ്ദേഹം കാണിക്കുന്ന സകലമാന നിയമലംഘനങ്ങൾക്കും കുടപിടിക്കുകയല്ലേ? സുപ്രീം കോടതിയുടെ നിരന്തരമായ ശാസനയും പ്രഹരവും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘിയായിട്ടുള്ള ഗവർണറെ പിന്തുണയ്ക്കുകയല്ലേ? എന്താ കാരണം? CPM വിരോധം മാത്രമാണ്. മറ്റൊരു കാര്യവും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. ഇപ്പൊ നോക്കൂ, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് BJPയുടെ കൂടെയല്ലേ? സംഘപരിവാർ താല്പര്യത്തിന്റെ കൂടെയല്ലേ? കേരളത്തിന്റെ കൂടെയാണോ? ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണ്ട. ഈ തരത്തിൽ കോൺഗ്രസും BJPയും ഒത്തുകളിക്കുന്ന എത്രയോ ഇടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തെരഞ്ഞെടുപ്പ് രംഗത്ത് പറയേ വേണ്ട. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി ജയിക്കാൻ കോൺഗ്രസിന്റെ 70,000-80,000 വോട്ട് പോയില്ലേ? LDF വോട്ട് വർദ്ധിപ്പിക്കല്ലേ ചെയ്തത്? ഇങ്ങനെ നോക്കൂ, എത്രയെങ്കിലും ഉദാഹരണങ്ങൾ. ഇത് ചൂണ്ടിക്കാണിച്ചാണ് സരിൻ പറഞ്ഞത് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു പോരുമ്പോ CPMന് സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള നിലപാടുകൾ ചിലത് സരിൻ നേരത്തെയും എടുത്തിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ വിയോജിപ്പ് സ്വാഭാവികമായിട്ടുമുണ്ട്. ആ തരത്തിൽ വിയോജിപ്പുള്ള കാര്യങ്ങൾ അതുപടി സരിൻ CPMലോ LDFലോ തുടരാൻ സാധ്യതയില്ല എന്ന് ഭാവി തെളിയിക്കുമല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കില്ല. പക്ഷേ CPMന് സ്വീകരിക്കാവുന്ന അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഏതാണ്? സെക്യുലറിസത്തെ സംബന്ധിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്ത് അദ്ദേഹം തന്റെ വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെച്ചു. എന്താണ് ബോർഡ്? പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ചികിത്സയില്ല. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ പാടില്ല. അത് വേറൊരു കാര്യമാണ്. തന്റെ മുമ്പിൽ വരുന്നയാള് കള്ളനാണോ, കഴിവേറിയാണോ, കൊള്ളക്കാരനാണോ, സംഘിയാണോ, ജാതിവാദിയാണോ എന്നൊരു ഡോക്ടർ നോക്കാൻ പാടില്ല എന്നത് വേറൊരു കാര്യം. അത് ആ ഭാഗത്തെ ഒരു മൂല്യബോധമാണ്. പക്ഷേ നമ്മളിപ്പോ രാഷ്ട്രീയമാണല്ലോ സംസാരിക്കുന്നത്. രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ സെക്യുലറിസം എന്ന ആശയത്തോടുള്ള കോൺഗ്രസ് ആയിരിക്കുമ്പോൾ തന്നെയുള്ള സരിന്റെ നിലപാട് നോക്കൂ. അത് അദ്ദേഹം മറയില്ലാതെ വെളിപ്പെടുത്തിയതാണ്. അത്തരമൊരു മനുഷ്യനെ ഇന്ത്യയുടെ നിലനിൽപ്പിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റിൽ സമ്മേളിക്കാവുന്ന, യോജിക്കാവുന്ന ഒരു മനുഷ്യനെ താൻ മുൻപ് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം സംഘപരിവാറുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചന ഇനി കേരളത്തിന് താങ്ങാനാകില്ല എന്ന രാഷ്ട്രീയമായ കാരണം ഉന്നയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ CPM എന്ത് ചെയ്യണം? സ്വീകരിക്കണ്ടേ? സ്വീകരിച്ചു. ഇനി നിങ്ങൾ സന്ദീപ് വാര്യരുടെ കാര്യം നോക്കൂ. അദ്ദേഹം BJPയിൽ നിന്ന് പോകുന്നത് ആശയപരമായ വിയോജിപ്പ് കൊണ്ടല്ല. പിന്നെയോ അവിടെ സ്ഥാനങ്ങൾ കിട്ടുന്നില്ല, അവിടെ അപമാനിക്കപ്പെടുന്നു, അവിടെ വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല. ആവട്ടെ, അത് അദ്ദേഹത്തിന്റെ കാര്യമാണ്. അദ്ദേഹത്തിന് അത് സ്വാതന്ത്ര്യമുണ്ട്. സ്വാഭാവികമായും അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ഒരാളെ ഇപ്പൊ പലരും പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിയില്ലേ? നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴോ CPMന് സ്വീകരിക്കാവുന്ന തരത്തിൽ തന്റെ ആശയപരമായ നിലപാടുകൾ മാറി വന്നാൽ CPM സ്വീകരിക്കുമായിരിക്കും. എന്തുകൊണ്ടാണ്? CPMൽ ചേരാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരിക്കെ അദ്ദേഹവും ആദ്യം അത് തള്ളിക്കളഞ്ഞില്ലല്ലോ. ആ സാധ്യത അതവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു രാത്രി വെളുക്കുമ്പോഴേക്ക് അദ്ദേഹം കോൺഗ്രസിൽ ചെന്ന് ചേർന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല നിങ്ങളുടെ രാഷ്ട്രീയമായ കാരണം എന്താണ് കോൺഗ്രസിൽ ചേരാൻ, BJP ഉപേക്ഷിക്കാൻ. നിങ്ങളുടെ വ്യക്തിപരമായ കാരണം ഞങ്ങൾക്ക് കേൾക്കണ്ട, അത് നിങ്ങളുടെ കാര്യമാണ്. പൊളിറ്റിക്കലായ, ഐഡിയോളജിക്കലായ കാരണങ്ങൾ എന്താണ്? ആ ചോദ്യം എന്തുകൊണ്ടാണ് പാണക്കാട്ട് ചെന്നപ്പോ തങ്ങൾ ചോക്കണ്ടേ? തങ്ങളുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചേ കൊണ്ട് കാര്യമില്ല. അങ്ങനെ വന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നാച്ചുറൽ സെലക്ഷനാണ് കോൺഗ്രസ്. CPMലേക്ക് വരാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ശ്രമങ്ങളും നടന്നിട്ടുണ്ടാവും. പക്ഷേ അത് നടക്കില്ല. എന്തുകൊണ്ട്? CPM മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ
ആ ഉപാധികൾ സന്ദീപ് വാര്യർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ CPIM-നും സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പുറത്തോ ഈ 2 വർഷങ്ങളും ഇല്ല, ഇപ്പോഴും ഇല്ലല്ലോ. ഒറ്റ മാറ്റമാണ് ഞാൻ അദ്ദേഹത്തിൽ ദർശിച്ചത്. ഈ നേരം വെളുത്തപ്പോഴേക്ക് അദ്ദേഹം അസലൊരു കഞ്ഞിക്കുഴി സതീശനായിട്ടുണ്ട്. മറ്റത് കത്തിക്കും, കൊല്ലും, ഓടിക്കും, പാകിസ്ഥാനിലേക്ക് വിടുമെന്നൊക്കെ ആക്രോശിക്കല്ലേ ചെയ്തിരുന്നത്. ഇന്നലെ അദ്ദേഹം പറയുന്നത് കേട്ടു, BJP-യും CPM-ഉം സംയുക്തമായി ഒരു ഇന്നോവ എന്നെ നേരെ വരുമോ എന്ന് ഭയമുണ്ട്. അസല് ഈ പഴയ ചില KSU-കാരൊക്കെ ഇല്ലേ, ആ നിലവാരത്തിലേക്ക് മാറി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ നിലപാട് മാറ്റം എന്താണ്? അദ്ദേഹം മറുപടി പറയണം. ഒരു മാറ്റവുമില്ല. അപ്പോ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പുൽകിക്കൊണ്ട് തന്നെ കോൺഗ്രസ് ആയി തുടരാൻ സന്ദീപ് വാര്യറിന് സാധിക്കും. അതാണ് നാച്ചുറൽ സെലക്ഷൻ. പക്ഷെ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ പുൽകിക്കൊണ്ട് ഒരാൾക്ക് CPIM-ൽ തുടരാൻ സാധിക്കില്ല, അഥവാ വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. വരാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വരവ് തടസ്സപ്പെടാനുള്ള കാരണം ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രോജക്റ്റ് RSSന്റേതാണ്, സംശയമില്ല. പക്ഷെ ആ രാഷ്ട്രീയ പ്രോജക്റ്റിനെ ഇന്ത്യയിൽ പലപ്പോഴും കൊണ്ടു നടന്നത്, നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. അതാണ് കോൺഗ്രസും RSSും തമ്മിലുള്ള ഒരു ജൈവികമായ ബന്ധം. അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഏതെങ്കിലും നേതാക്കളുടെ ഫോട്ടോ, ഒരുമിച്ചുള്ള ഫോട്ടോ കാണിച്ച് വരട്ടരുത്. ഇന്ത്യയിലെ ഹിന്ദുത്വ പ്രോജക്റ്റിന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഉദാഹരണം ഏതാ, സിംബൽ ഏതാ? ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നമാണല്ലോ. ആ പ്രശ്നത്തിന്റെ നാൾ വഴികളൊന്നും ഞാൻ പറയുന്നില്ല. 1949-ലാണല്ലോ രാംലല്ല, രാമവിഗ്രഹം ബാബറി മസ്ജിദിനകത്ത് ഒരു രാത്രി പ്രത്യക്ഷപ്പെട്ടത്. അന്നാണല്ലോ അത് പൂട്ടിയത്. എന്നാ പിന്നെ തുറന്നത്? 1986-ൽ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധിയെ തുടർന്ന് പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നു. ആ നിയമം ഇന്ത്യയിലെ ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിക്കുന്നു. ഹിന്ദുക്കൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം കുറയുമോ എന്ന് കോൺഗ്രസിന് സംശയമുണ്ടാകുന്നു. അതിനെ ദൂരീകരിക്കാനല്ലേ, കോമ്പൻസേറ്റ് ചെയ്യാനല്ലേ 1986-ൽ പ്രാർത്ഥനയ്ക്ക് തുറന്നു കൊടുത്തത്? അവിടെ നിന്നല്ലേ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നത്തിന്റെ ആധുനികമായ വേർഷനുകൾ തുടങ്ങുന്നത്? ആരാണ് ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ പ്രോജക്റ്റിന്റെ ഫെസിലിറ്റേറ്റർ? കോൺഗ്രസ് ആണ്, അല്ലേ? 92 നോക്കൂ, അതിന് ശേഷമാണ് രഥയാത്രയും മറ്റും. അന്ന് BJP ഇത്ര ശക്തിയുള്ള പ്രസ്ഥാനമല്ല. 92-ൽ ബാബറി മസ്ജിദ് പൊളിക്കുന്നു. ആരാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് നരസിംഹറാവു അല്ലേ? ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസ് ത്രൂ അല്ലേ? നിങ്ങൾ ഓരോന്ന് നോക്കൂ, ഓരോന്ന് നോക്കിയാലും കോൺഗ്രസ് ആണ് ഹിന്ദുത്വ പ്രോജക്റ്റിനെ നടപ്പാക്കാൻ സഹായം ചെയ്തത് എന്ന് കാണാൻ പറ്റും. അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് CPM BJP ബന്ധം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യയിൽ ഇടതുപക്ഷമല്ലാതെ CPIM അല്ലാതെ RSSന്റെ വംശീയവാദത്തെ, ദേശീയവാദത്തെ ഇത്രയും ശക്തമായി എതിർക്കുന്ന, ആക്രമിക്കുന്ന മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ടോ? അതല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് സന്ദീപ് വാര്യർ കുറച്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയണം ജനങ്ങളോട്. ഈ ചോദ്യങ്ങൾക്ക് സരിനും മറുപടി പറയണം. സംശയം വേണ്ട കേട്ടോ, സന്ദീപ് വാര്യർക്ക് മാത്രമായിട്ടൊരു ചോദ്യമൊന്നുമില്ല. അതെന്താണ്? നമ്മളിതാണ് ചോദിക്കേണ്ടത്. യഥാർത്ഥത്തിൽ റിപ്പോർട്ടർമാർ ഈ 2 പേരോടും ഇതാണ് ചോദിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്ക് സ്ഥാനം കിട്ടിയോ, മാനം കിട്ടിയോ, നിങ്ങൾക്ക് അവസരം കിട്ടിയോ, സ്റ്റേജ് കിട്ടിയോ, കസേര കിട്ടിയോ എന്നത് ഞങ്ങളുടെ പ്രശ്നമല്ല. കഷ്ടകാലത്തിന് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു റിപ്പോർട്ടർ ഇല്ല. എന്താണ് ചോദ്യങ്ങൾ? ഒന്ന് നോക്കൂ, ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളി എന്താണ്? ചോദ്യം നമ്പർ 1 അതാണ്. പറയട്ടെ രണ്ടുപേരും ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കാശ്മീരിന്റെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്തു. അതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ആ നടപടി എടുത്തത് ഭരണഘടനാപരമായി ശരിയാണോ? അഭിപ്രായം പറയട്ടെ. മൂന്നാമത്തെ ചോദ്യം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നാലാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോക്കൂ, ആ സമയത്താണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾ ഈ പോസ്റ്റുകളൊക്കെ നോക്കിക്കോളൂ കേട്ടോ. ഫേസ്ബുക്കിലും ഒക്കെ അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങൾ. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒരു 3000-4000 മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകുമ്പോൾ ചുട്ടുകൊല്ലണമെന്നാണ് പറഞ്ഞത്. ഓടിപ്പോകുന്നവരുടെ കഴുത്തിൽ ടയർ വെച്ച് കത്തിക്കണമെന്നാണ് പറഞ്ഞത്.
അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ജിനോസൈഡ് എന്നാണ്. വംശഹത്യ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണം, മറ്റൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞ ഒരാൾ അത്തരം പ്രസ്താവനകൾ കൊണ്ട് മാത്രം, തീവ്ര നിലപാടുകൾ കൊണ്ട് മാത്രം കേരളത്തിലെ തീവ്ര വലത് സംഘി പ്രവർത്തകരുടെ ഹീറോ ആയി മാറിയ ഒരാൾ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും പറയാതെ ഒരു ദിവസം രാവിലെ പാണക്കാട്ട് പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് കോലുമിഠായി വാങ്ങിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചുരുങ്ങിയത് അതെങ്കിലും പറയണ്ടേ? അതോ ആ പ്രത്യയശാസ്ത്ര ബോധ്യം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണോ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്? അടുത്ത ചോദ്യമുണ്ട്, അഞ്ചാമത്തെ ചോദ്യം. നോക്കൂ, മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യ എന്ന കൺസെപ്റ്റിന്റെ ബേസിക്സ് എന്താണ്? ആ ബേസിക്സിൽ സെക്കുലറിസം, ഡെമോക്രസി, പ്ലൂറലിസം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? അദ്ദേഹം പറയട്ടെ. ഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നു എന്നാണ് പറഞ്ഞത്. സുധാകരനും VD സതീശനും ഒന്നും അതിലൊരു പ്രശ്നവും ഉണ്ടാവില്ല. അവർക്ക് ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നേ ഉള്ളൂ. ലീഗിന്റെ വലിയ നേതാക്കൾക്കും അത്രയേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസിലെ സാധാരണ മനുഷ്യരില്ലേ, ലീഗിലെ സാധാരണ മനുഷ്യരില്ലേ, വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രത്തിലേക്കും വരാൻ ആഗ്രഹിക്കാത്ത മനുഷ്യർ, അവർക്ക് ഈ ചോദ്യങ്ങളോടുള്ള ഉത്തരങ്ങൾ പ്രധാനമാകില്ലേ? ഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു. ഗാന്ധിവധത്തിൽ ഹിന്ദു മഹാസഭയുടെ പങ്ക്, VD സവർക്കറുടെ പങ്ക്, ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ടുപേരും മറുപടി പറയട്ടെ. ചെറുതായി ഒന്ന് വെടിവെച്ച് കൊന്നതാണോ? ആണെങ്കിൽ സന്ദീപ് വാര്യർ പറയട്ടെ. ഏഴാമത്തെ ചോദ്യം അതാണ്. നിരവധി നിയമ ഭേദഗതികൾ നമ്മുടെ രാജ്യത്ത് 10 വർഷത്തിനകം മോദിയും അമിത്ഷായും കൊണ്ടുവന്നു. 370 വകുപ്പ് ഉൾപ്പെടെ NIA നിയമ ഭേദഗതി. എന്താണ് അഭിപ്രായം? സന്ദീപ് വാര്യരുടെ അഭിപ്രായം എന്താ? മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. ഈ കാര്യത്തിലെല്ലാം കോൺഗ്രസ് എടുത്ത നിലപാട് നമുക്ക് അറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായി ചേക്കേറാൻ പറ്റിയ സ്ഥലമാണ്. കോൺഗ്രസിന് വയനാട്ടിൽ ഇപ്പോ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോ, നേരത്തെ രാഹുൽ ഗാന്ധി രണ്ടാമത് മത്സരിച്ചപ്പോ ലീഗിന്റെ കൊടി കാണിക്കാൻ പറ്റുന്നില്ല അല്ലെ? കാരണം അത് ഉത്തരേന്ത്യയിൽ പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞ് സംഘികൾ പ്രചരിപ്പിച്ചു. രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ചപ്പോ. രണ്ടാമത് അവരൊരു എന്താ ഒന്ന് ആലോചിച്ചു നോക്കൂ. രണ്ടാമത് രാഹുൽ മത്സരിച്ചപ്പോ അവരെടുത്തിട്ടുള്ള ജാഗ്രത എന്താണ്? ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് പകരം ആ കൊടി തന്നെ വേണ്ടെന്ന് വെച്ചു. കൊടി മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ കൊടി മാത്രമല്ല കോൺഗ്രസ് മറച്ചു വെച്ചത്, പിന്നെയോ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. സ്വാഭാവികമായും സന്ദീപ് വാര്യരെ പോലെ ഒരാൾക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊരു നാച്ചുറൽ സെലക്ഷനാണ്. ഈ കാര്യങ്ങളാണ് വാസ്തവത്തിൽ ചോദിക്കേണ്ടത്. അവസാനത്തെ ഒരു ചോദ്യം കൂടി പറയാം. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? സന്ദീപ് വാര്യർ മറുപടി പറയണം. നിങ്ങളിത് സരിനോടും ചോദിക്കൂ. RSSന്റെ ഒരു മറുപുറമാണ് ജമാഅത്തെ ഇസ്ലാമി അല്ലേ? ആ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? ഇങ്ങനെ രാഷ്ട്രീയമായ കാരണങ്ങൾ, ചോദ്യങ്ങൾ ഉന്നയിക്കണം സ്ഥാനാർത്ഥികളോട്. അവരെന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള ബാധ്യത നമുക്കില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ, അതിനുള്ള ഉത്തരം നൽകാൻ അവരെ അനുവദിക്കാതെ മറ്റെന്തെങ്കിലും പറയുന്നത് രാഷ്ട്രീയത്തെ മറച്ചുപിടിക്കലാണ്. അങ്ങനെ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ RSS പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ആയി തുടരാൻ സന്ദീപ് വാര്യരിന് സാധിക്കും. നമ്മുടെ നാട്ടിലെ സാധാരണ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരാണ് ആലോചിക്കേണ്ടത്. അതുകൊണ്ട് സന്ദീപ് വാര്യർക്ക് ഗുണമുണ്ടാവും. അടുത്ത തവണ ഒറ്റപ്പാലമോ ഷൊർണൂരോ അതൊക്കെ ആയിരിക്കും ഈ ഡീലിലെ കണക്കുകൾ. നിങ്ങൾ നോക്കിക്കോളൂ, 2 കൊല്ലം കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇലക്ഷൻ വരികയാണ്. അദ്ദേഹം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുമോ? അങ്ങനെയൊക്കെയാ പറയുക. പക്ഷെ അടുത്ത തവണ നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കും. ഈ ഡീലുകളൊന്നും CPM-മായി നടക്കില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇത്തരം ഡീലുകളാകട്ടെ, ഐഡിയോളജിക്കലായിട്ടുള്ള മൗനം നിലനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമീപനമായിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ, CPM മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ സ്വീകരിക്കാൻ സന്ദീപ് വാര്യറിനും സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ സ്വീകരിക്കാൻ CPIM-നും സാധിക്കില്ല എന്നതുകൊണ്ടാണ് CPIM-ൽ ചേരാമെന്നിരിക്കെ അതിൽ ചേരാതെ അദ്ദേഹം മാറിപ്പോയത്. അപ്പുറത്ത് ആ പ്രശ്നമില്ല.
രണ്ടുപേർക്കും സ്വീകാര്യമാണ്. കാരണം രണ്ടുപേരും സ്വാഭാവികമായ ജൈവ ബന്ധമുള്ളവരാണ്. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വളരെ നിർണായകമാണ് എല്ലായ്പ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിശേഷിച്ചു.